ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകളാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അവസാനം നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മാത്രമല്ല വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങൾ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില സെന്റൻസുകളാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മക്കളോട് തന്നെ നമ്മൾ ചോദിക്കാൻ, നീ ഭക്ഷണം കഴിക്കുന്നില്ലേ? അതായത് ഒരുപാട് സമയമായിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്, നീ ഭക്ഷണം കഴിക്കുന്നില്ലേ? ഓൺ ദി സ്പോട്ടിൽ ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ആൻഡ് യു കഴിക്കുന്നില്ലേ, ഓൺ ദി സ്പോട്ടിലാണ് ആൻഡ് യു ഈറ്റിംഗ്. നീ ഭക്ഷണം കഴിക്കുന്നില്ലേ? നീ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ലേ എന്നും ചോദിക്കാറുണ്ടല്ലോ. നീ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഇത് വേറൊരു രീതിയിലാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഹാവിന്റ് യു ഈറ്റൺ, ഹാവിന്റ് യു ഈറ്റൺ, ഇങ്ങനെ വേണം ചോദിക്കാനായിട്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കാം എന്ന് നമ്മൾ അവരോട് പറയാം. ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കാം അല്ലെ, വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. ഐ വിൽ ഈറ്റ് നൗ, ഐ വിൽ ഈറ്റ് നൗ, ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കാം. എത്ര സമയമായി ഞാൻ വിളിക്കുന്നു, അതായത് എത്ര സമയമായിട്ട് ഞാൻ വിളിക്കുകയാണ് എന്ന് പറയാറുണ്ടല്ലോ. ഇപ്പോഴും ആ ഒരു പ്രോസസ്സ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഐ ഹാവ് ബീൻ കോളിംഗ് യു ഫോർ എ ലോങ് ടൈം, ഐ ഹാവ് ബീൻ കോളിംഗ് യു ഫോർ എ ലോങ് ടൈം. എത്ര സമയമായി ഞാൻ ഇനി വിളിക്കുന്നു? ഓക്കെ. ഞാൻ ക്ഷീണം കൊണ്ട് കിടന്നതാണ്, ഞാൻ ക്ഷീണം കൊണ്ട് കിടന്നതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ക്ഷീണം കൊണ്ട് കിടന്നതാണ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ് പറയുന്നത്. ഐ വാസ് ലേയിങ് ഡൗൺ ബിക്കോസ് ഐ വാസ് ടയേർഡ്, ഐ വാസ് ലേയിങ് ഡൗൺ, ഐ വാസ് ലേയിങ് ഡൗൺ ബിക്കോസ് ഐ വാസ് ടയേർഡ്. ഞാൻ ക്ഷീണം കൊണ്ട് കിടന്നതാണ്. ഓക്കെ. പെട്ടെന്ന് ഭക്ഷണം കഴിക്കൂ, പെട്ടെന്ന് ഭക്ഷണം കഴിക്കൂ. ഈറ്റ് ക്വിക്ക്ലി, നമ്മൾ പറയാറുണ്ടല്ലോ, ഈറ്റ് ക്വിക്ക്ലി. ഓക്കെ. നിനക്ക് വിശക്കുന്നില്ലേ, നിനക്ക് വിശക്കുന്നില്ലേ? ആൻഡ് യു ഹംഗ്രി, ആൻഡ് യു ഹംഗ്രി, നിനക്ക് വിശക്കുന്നില്ലേ? ഓക്കെ. നെക്സ്റ്റ്, എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഐ വാസ് വെരി ഹംഗ്രി, ഐ വാസ് വെരി ഹംഗ്രി, എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഓക്കെ. എന്നിട്ട് നീ എന്ത് ചെയ്തു അല്ലേ, നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, എന്നിട്ട് നീ എന്ത് ചെയ്തു? എന്നിട്ട് എങ്ങനെ ചോദിക്കുക? നമ്മളൊരു സംസാരത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. സോ വാട്ട് ഡിഡ് യു ഡു, സോ വാട്ട് ഡിഡ് യു ഡു, സോ യൂസ് ചെയ്ത് പറയാട്ടോ. സോ വാട്ട് ഡിഡ് യു ഡു, എന്നിട്ട് നീ എന്ത് ചെയ്തു? അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഞാൻ കുറേ നാരങ്ങാവെള്ളം കുടിച്ചു, ഞാൻ കുറേ നാരങ്ങാവെള്ളം കുടിച്ചു. കഴിഞ്ഞ കാര്യമാണ്. ഐ ഡ്രാങ്ക് സം ലെമൺ വാട്ടർ, ഐ ഡ്രാങ്ക് സം ലെമൺ വാട്ടർ അല്ലെ, ലെമൺ വാട്ടർ, നാരങ്ങാവെള്ളം. ഓക്കെ. നെക്സ്റ്റ്, കുറച്ച് സമയം കഴിഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം മതി, ഇങ്ങനെ പറയാറുണ്ടല്ലോ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം മതി, അതായത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുമ്പോഴെപ്പോഴും നമുക്ക് ഇത് യൂസ് ചെയ്യാം. ആഫ്റ്റർ സം ടൈം, ആഫ്റ്റർ സം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം. ഐ ഹാഡ് ഇനഫ് ഫുഡ്, എനിക്ക് ഭക്ഷണം മതി. ഇപ്പം ആഫ്റ്റർ സം ടൈം ഐ ഹാഡ് ഇനഫ് ഫുഡ്, എനിക്ക് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം മതി, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം മതി. ഓക്കെ. ഞാൻ കുറച്ച് സമയം ഉറങ്ങട്ടെ, അതിനുശേഷം ഭക്ഷണം കഴിക്കാം. ഞാൻ കുറച്ച് സമയം ഉറങ്ങട്ടെ, അതിനുശേഷം ഭക്ഷണം കഴിക്കാം. ഒറ്റ സെന്റൻസ് ആണിത്. എങ്ങനെ പറയും? ലെറ്റ് മീ സ്ലീപ്പ്, ലെറ്റ് മീ സ്ലീപ്പ് ഫോർ എ വൈൽ, ഞാൻ കുറച്ച് സമയം ഉറങ്ങട്ടെ എന്നിട്ട് ഭക്ഷണം കഴിക്കാം എന്നാണല്ലോ. ദെൻ ഐ വിൽ ഈറ്റ്, ലെറ്റ് മീ സ്ലീപ്പ് ഫോർ എ വൈൽ, ദെൻ ഐ വിൽ ഈറ്റ്. ഓക്കെ. നിനക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാം, ഇങ്ങനെ പറയാറുണ്ടല്ലോ. നിനക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാം, അതായത് നിനക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറങ്ങാം എന്നാണ്. എങ്ങനെ പറയാം? യു ക്യാൻ ഈറ്റ് ആൻഡ് ദെൻ സ്ലീപ്പ്, യു ക്യാൻ ഈറ്റ്, നിനക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാം എന്നാണ്. അപ്പം രണ്ട് സെന്റൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കൺജക്ഷൻ ആയിട്ട് ആൻഡ് യൂസ് ചെയ്ത് പറയാം. യു ക്യാൻ ഈറ്റ് ആൻഡ് ദെൻ സ്ലീപ്പ്. വേണമെങ്കിൽ നമുക്കിവിടെ ആഫ്റ്റർ യൂസ് ചെയ്തും പറയാം കേട്ടോ. യു ക്യാൻ സ്ലീപ്പ് ആഫ്റ്റർ ഈറ്റിംഗ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ. നെക്സ്റ്റ്, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫീലിംഗ് വെരി സ്ലീപ്പി, ഐ എം ഫീലിംഗ് വെരി സ്ലീപ്പി, സ്ലീപ്പി, ഉറക്കം വരുന്നു അല്ലെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് സ്ലീപ്പി എന്നാണ് പറയേണ്ടത് കേട്ടോ. നമ്മൾ സ്ലീപ്പിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇത് സിമ്പിൾ ആയിട്ട് ഐ എം വെരി സ്ലീപ്പി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് നല്ല ഉറക്കം വരുന്നു അല്ലെങ്കിൽ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ. എന്നാൽ പോയി ഉറങ്ങ്, ഇങ്ങനെ പറയുമല്ലോ നമ്മള്. എന്നാൽ പോയി ഉറങ്ങ്,
രണ്ട് സെന്റൻസ് ആണ് പോയി ഉറങ്ങ്, എന്നാൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് then go and sleep, then go and sleep എന്നാൽ പോയി ഉറങ്ങ്. ഓക്കെ, ഞാൻ ചെന്നപ്പോൾ അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഞാൻ പോയപ്പോൾ, ഞാൻ ചെന്നപ്പോൾ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോ എന്ന് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. പക്ഷെ ഇവിടെ പാസ്റ്റ് ആണ് പറയുന്നത് അല്ലെ. ഞാൻ ചെന്നപ്പോൾ, ഞാൻ പോയപ്പോൾ അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞു പോയ കാര്യമാണല്ലോ. എങ്ങനെ പറയാ? When I went, she was eating. When I went, she was eating. പോവുക എന്നുള്ളതിന്റെ പാസ്റ്റ് went ആണ്. When I went, she was eating. ഞാൻ ചെന്നപ്പോൾ അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, പെട്ടെന്ന് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ പോകാൻ കഴിയില്ല എന്ന് പറയാറുണ്ടല്ലോ. പെട്ടെന്ന് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ പോകാൻ കഴിയില്ല എങ്ങനെ പറയാ? ക്വിക്കലി, പെട്ടെന്ന് ഭക്ഷണം കഴിച്ചോ. അതർവൈസ്, അല്ലെങ്കിൽ അല്ലേ, പോകാൻ കഴിയില്ല എന്നാണ്. സോ you won't be able to go. quickly, otherwise you won't be able to go. വേഗം ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ പോകാൻ കഴിയില്ല. നീ ആ ഫോൺ എടുക്ക് അല്ലേ. ഇപ്പൊ റിങ് ചെയ്യുമ്പോഴാകാം, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാനിരിക്കുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് നീ ആ ഫോൺ എടുക്ക്. ടേക്ക് ദാറ്റ് ഫോൺ, ടേക്ക് ദാറ്റ് ഫോൺ. ഓക്കെ, ആ മെസ്സേജ് നോക്കൂ. ചെക്ക് ദാറ്റ് മെസ്സേജ്. ആ മെസ്സേജ് നോക്കൂ എന്ന് പറയാൻ വേണ്ടിട്ട് ചെക്ക് ദാറ്റ് മെസ്സേജ്. ഓക്കെ, നെറ്റ് തീർന്നോ എങ്ങനെ ചോദിക്കുക? നെറ്റ് തീർന്നോ അല്ലേ, ഒരു വസ്തു തീർന്നോ എന്നാണ് ചോദിക്കുന്നത്. ഈസ് യുവർ ഡാറ്റ ഓവർ എന്ന് പറയുന്നത്. ഈസ് യുവർ ഡാറ്റ ഓവർ, നിന്റെ ഡാറ്റ തീർന്നോ? ഓക്കെ, അവിടെ എന്താ മെസ്സേജ് ഇട്ട് എങ്ങനെ ചോദിക്കുക? അവിടെ എന്താ മെസ്സേജ് ഇട്ട്? വാട്ട് മെസ്സേജ് ഡിഡ് ഷീ സെൻഡ്? വാട്ട് മെസ്സേജ് ഡിഡ് ഷീ സെൻഡ്? അവിടെ എന്താ മെസ്സേജ് ഇട്ട്? ഓക്കെ, ആ മെസ്സേജ് ഡിലീറ്റ് ആക്കൂ. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു മെസ്സേജ് ആണ് അവൾ ഇട്ടതെങ്കിൽ നമ്മൾ പറയാറുണ്ട് ആ മെസ്സേജ് ഡിലീറ്റ് ആക്കൂ. ഡിലീറ്റ് ദാറ്റ് മെസ്സേജ്. ഓക്കെ, ഇതിൽ മെസ്സേജ് കാണുന്നില്ല, അതായത് ഇതിൽ എന്ന് പറയുമ്പോൾ ഇവിടെ മെസ്സേജ് കാണുന്നില്ല എന്നാണ്. ഐ കാൺട്ട് സീ എനി മെസ്സേജ് ഹിയർ. ഐ കാൺട്ട് സീ എനി മെസ്സേജ് ഹിയർ. ഇതിൽ മെസ്സേജ് കാണുന്നില്ല, അതായത് ഇവിടെ മെസ്സേജ് കാണുന്നില്ല എന്നാണ്. ഓക്കെ, നീ അവളെ തിരിച്ചു വിളിക്കൂ. നീ അവളെ തിരിച്ചു വിളിക്കൂ. കോൾ ഹർ ബാക്ക്, കോൾ ഹർ ബാക്ക്. അപ്പോ ഇത്രയും സെന്റൻസ് ക്ലിയർ ആയല്ലോ. നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ തരാം. ഫോൺ റിങ് ചെയ്യുന്നില്ല. ഫോൺ റിങ് ചെയ്യുന്നില്ല എങ്ങനെ പറയും? അതുപോലെ തന്നെ ഫോണിന് എന്തു പറ്റി? ഫോണിന് എന്തു പറ്റി? ഈ രണ്ട് സെന്റൻസും നിങ്ങളൊന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫസ്റ്റ് പറഞ്ഞതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അതുപോലെ മുന്നത്തെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എളുപ്പത്തിൽ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ പുതിയ ചാനലായ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എന്ന ചാനലിൽ വെർബ് മാത്രമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വെർബ് മസ്റ്റാണ്. ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവരും അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.